Hi dears, it's me Anshi from MS Solution. ഇനി എന്തിന് വേറൊരു സൊല്യൂഷൻ. മക്കളെ നമ്മുടെ SLCയിലെ മെറ്റൽസ് അഥവാ ലോഹങ്ങൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു ഭാഗമാണ് എക്സ്ട്രാക്ഷൻ ഓഫ് അയൺ അഥവാ ഇരുമ്പിന്റെ നിർമ്മാണം എന്ന് പറഞ്ഞ ഭാഗം. ഇവിടുന്ന് ചോദ്യം വരാനൊക്കെ നല്ല ചാൻസ് ഉണ്ട്. സോ ഇവിടുന്ന് വരാൻ പോകുന്ന ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കൺസെപ്റ്റ് ഞാൻ ഇപ്പോൾ സെറ്റ് ആയി തരാൻ പോവുകയാണ്. സോ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടോ കേട്ടോ. എന്തൊക്കെയാണ് സർ? ഇരുമ്പിന്റെ നിർമ്മാണമാണ് അഥവാ എക്സ്ട്രാക്ഷൻ ഓഫ് അയൺ ആണ്. സോ നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കുക Fe ആണ് എന്തടാ ഇരുമ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഇരുമ്പിന്റെ രണ്ട് ഓർസ് ആണ്, രണ്ട് അയിരുകളാണ് നമ്മൾ പഠിച്ചത്. ഏതൊക്കെയാടാ? ഒന്ന് ഹെമറ്റൈറ്റും രണ്ടാമത്തത് മെഗൻറ്റൈറ്റും ആണ് എന്നുള്ള കാര്യം നമുക്കറിയാം. ഹെമറ്റൈറ്റ് എന്ന് പറഞ്ഞാൽ Fe2O3, മെഗൻറ്റൈറ്റ് എന്ന് പറഞ്ഞാൽ Fe3O4. ഈ രണ്ട് കാര്യം നമുക്കറിയാം. ഇതിൽ ഇരുമ്പുണ്ടാക്കുമ്പോൾ, ഇരുമ്പിനെ നമ്മൾ നിർമ്മിക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഓർ ഏതാ ചോദിച്ചാൽ ഒന്നാമത്തെ ഓറായിട്ടുള്ള ഹെമറ്റൈറ്റ് ആയിരിക്കും എന്നുള്ള കാര്യം എന്റെ മക്കൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് പഠിച്ചു വെക്കുക. അങ്ങനെയാണെങ്കിൽ നോക്കിക്കോടാ, എന്തൊക്കെയാണ് ഇതാണ് നമ്മൾ ഇരുമ്പ് നിർമ്മിക്കുമ്പോൾ ഉണ്ടാകുന്ന ചൂള അല്ലെങ്കിൽ ബ്ലാസ്റ്റ് ഫർണസ് എന്ന് പറയൂ കേട്ടോ. ബ്ലാസ്റ്റ് ഫർണസ് ആണ് ഓർമ്മയിൽ വെക്കുക. അങ്ങനെയാണെങ്കിൽ ഇരുമ്പ് നിർമ്മിക്കുമ്പോൾ മൂന്ന് ആൾക്കാരെയാണ് നമ്മൾ യൂസ് ചെയ്യുക. ആരൊക്കെ അറിയാം? ഒന്ന് നമ്മൾ ഇരുമ്പിന്റെ ഓറാണ്, ഇരുമ്പിന്റെ അയിരാണ്. അത് തന്നെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ഹെമറ്റൈറ്റ് എന്ന് പറഞ്ഞ് ശ്രദ്ധിക്കണേ. രണ്ടാമത്തത് കോക്കാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. നമുക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ കാർബൺ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. സോ കാർബണിന്റെ മറ്റൊരു രൂപമാണ്. ഇനി ചുണ്ണാമ്പ് കല്ല് അഥവാ ലൈം സ്റ്റോൺ എന്ന് പറഞ്ഞാൽ CaCO3. ആരാടാ? ലൈം സ്റ്റോൺ എന്ന് പറഞ്ഞാൽ CaCO3. ഈ മൂന്ന് ആൾക്കാരെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഹെമറ്റൈറ്റിനെ നമ്മൾ ഇരുമ്പായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഇരുമ്പിനെ നമ്മൾ നിർമ്മിക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഈ ബ്ലാസ്റ്റ് ഫർണസ് നടക്കുന്ന ഓരോരോ ഇക്വേഷൻസും വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. സോ ഓരോന്നും നമ്മൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പഠിക്കാൻ പോകാടാ. അന്നാ നോക്കിക്കോ. ഒന്നാമത് നമുക്കറിയാം, നമ്മൾ ഓറിനെ യൂസ് ചെയ്യുന്നു, ചുണ്ണാമ്പ് കല്ല് ലൈം സ്റ്റോൺ, പിന്നെ കോക്ക്, ഈ മൂന്നാൾക്കാരെ യൂസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ റിയാക്ഷൻ, ആ ബ്ലാസ്റ്റ് ഫർണസിൽ നമ്മൾ നിക്ഷേപിക്കുന്ന കോക്കും അതിലുള്ള ഓക്സിജനൂടെ കമ്പൈൻ ചെയ്ത് എന്തായിട്ട് മാറുന്നു? CO2 പ്ലസ് ഹീറ്റ് ആയിട്ട് മാറുന്നു. പഠിക്കട. ഒന്നാമത്തെ സിമ്പിളാ. C+O2 gives CO2, കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറുന്നു. കുഴപ്പമില്ല മാഷേ. ഇനി അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ പഠിക്കാണ്. നമുക്കുണ്ടായ CO2 അഥവാ കാർബൺ ഡൈ ഓക്സൈഡ് വീണ്ടും കൂടുതൽ കോക്കുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്തായി മാറുന്നു അറിയോ? 2CO. ആരാടാ ഇവിടുത്തെ CO എന്ന് പറഞ്ഞാൽ? പഠിച്ചു വെച്ചോളാ. CO എന്ന് പറഞ്ഞാൽ കാർബൺ മോണോക്സൈഡ് ആണ്. ആരാടാ? കാർബൺ മോണോക്സൈഡ്. അപ്പൊ മക്കളെ ഇവിടുന്ന് ഒരു ചോദ്യം വരാം. അതായത് ഇരുമ്പിനെ റെഡ്യൂസ് ചെയ്യാൻ റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആൾ ആരാ ചോദിച്ചാൽ, ഇരുമ്പ് നിർമ്മാണത്തിലെ നിരോക്സികാരി അല്ലെങ്കിൽ റെഡ്യൂസിങ് ഏജന്റ് ആരാ ചോദിച്ചാൽ പഠിച്ചങ്ങോട്ട് വെച്ചോളാ, കാർബൺ മോണോക്സൈഡ് ആണ്. സോ രണ്ട് ഇക്വേഷൻ ഇപ്പൊ തന്നെ പഠിച്ചോളാം, വേറെ ഡൗട്ട് ഒന്നുമില്ല. ഫസ്റ്റ് കാർബണും ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് CO2 അഥവാ കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറുന്നു. ഈ കാർബൺ ഡൈ ഓക്സൈഡ് വീണ്ടും കാർബണുമായി കോക്കുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് 2CO കാർബൺ മോണോക്സൈഡ് ആയിട്ട് മാറുന്നു. അപ്പൊ നമ്മൾ റെഡ്യൂസിങ് ഏജന്റ് കിട്ടി. ഇനി നമ്മൾ ഇരുമ്പുണ്ടാക്കാണ്. മൂന്നാമത്തെ ഇക്വേഷൻ എന്താ വെച്ചാൽ ഇരുമ്പുണ്ടാകുന്ന ഇക്വേഷൻ ആണ് മൂന്നാമത്തെ ഇക്വേഷൻ. എന്താണെന്ന് ആലോചിക്കുക. നമ്മൾ ഇരുമ്പുണ്ടാക്കാൻ നമ്മൾ ഏത് അയൺ, ഏത് ഓറിനെ നമ്മൾ യൂസ് ചെയ്തത്? Fe2O3 ആണെന്നറിയാം, അഥവാ ഹെമറ്റൈറ്റ് ആണ്. ഈ ഹെമറ്റൈറ്റിന് എന്ത് ചെയ്താൽ അയൺ കിട്ടുക അറിയോ? റെഡ്യൂസ് ചെയ്യണം. അതിന് റെഡ്യൂസിങ് ഏജന്റ് ആരാടാ? ശരിക്ക് കാർബൺ മോണോക്സൈഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കടാ, നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ളൂ Fe2O3 എന്ന് പറഞ്ഞാൽ ഹെമറ്റൈറ്റ് അല്ലേ മാഷേ? റെഡിയാ. ഇനി 3CO എന്ന് പറഞ്ഞാൽ ആരാടാ? കാർബൺ മോണോക്സൈഡ്. ഈ കാർബൺ മോണോക്സൈഡ് ഉപയോഗിച്ച് റെഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആരെ കിട്ടുന്നു? 2Fe പ്ലസ് 3CO2. ആരാടാ ഈ 2Fe എന്ന് പറഞ്ഞാല്? അയൺ ആണ് മാഷേ, ഇരുമ്പാണ്. ആരെ കിട്ടും നമുക്ക്? അയണിനെ കിട്ടുന്നു, ഇരുമ്പിനെ കിട്ടുന്നു. സോ ഇതാണ് മൂന്നാമത്തെ ഇക്വേഷൻ. മൂന്നാമത്തെ ഇക്വേഷൻ അപ്പൊ എന്താടാ? നമ്മുടെ കാർബൺ മോണോക്സൈഡ് ഉപയോഗിച്ചുള്ള ഇരുമ്പിന്റെ നിരോക്സീകരണമാണ് ബ്ലാസ്റ്റ് ഫർണസിലെ പ്രധാന രാസപ്രവർത്തനം അല്ലെങ്കിൽ പ്രധാന കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ Fe2O3 കാർബൺ മോണോക്സൈഡുമായിട്ട് റെഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നു Feയും 3CO2. അപ്പൊ മൂന്ന് ഇക്വേഷൻസ് സെറ്റ് ആണ്. പക്ഷെ പരീക്ഷയ്ക്ക് ഈ മൂന്നെണ്ണം വന്നാലും വേറൊരു കാര്യം നമ്മൾ ഇന്ന് പഠിക്കേണ്ട, സുഖമായിട്ട് പഠിക്കണം. കാർബൺ മോണോക്സൈഡ് നമ്മൾ പഠിച്ചു, ഹെമറ്റൈറ്റിന്റെ കാര്യം പഠിച്ചു. അപ്പൊ ഈ കോക്ക് വെച്ചിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കിയത്? കാർബൺ മോണോക്സൈഡ് ഉണ്ടാക്കിയത്. ഇനി നമ്മൾ ഇരുമ്പ് നിർമ്മിക്കുമ്പോൾ മൂന്നാമത്തെ ആൾ ചേർത്തിരുന്നു. ആരാടാ? ലൈം സ്റ്റോൺ ആണ്. ലൈം സ്റ്റോൺ എന്ന് പറഞ്ഞാൽ ചുണ്ണാമ്പ് കല്ലാണ്. ആരാടാ? ലൈം സ്റ്റോൺ എന്ന് പറഞ്ഞാൽ ചുണ്ണാമ്പ് കല്ല്. സോ സിമ്പിൾ ആണ്. കാക്കോ3 എന്ന് ആലോചിച്ചാൽ മതി. CaCO3 കാൽസ്യം കാർബണേറ്റ് ആണ്. സോ ഈ കാൽസ്യം കാർബണേറ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? അവന്റെ ഇക്വേഷൻ എന്താന്ന് വരെ ചോദിക്കലുണ്ട്. സോ നോക്കുക, ഈ കാൽസ്യം കാർബണേറ്റ് എന്താ അറിയോ? ഈ CaCO3 നമ്മൾ എന്ത് ചെയ്യുന്നു? ചൂടാക്കുന്നു. സിമ്പിൾ ആയിട്ട് പഠിച്ചോ. നോക്കിക്കോ, CaCO3 ഞാൻ അങ്ങോട്ട്
അങ്ങോട്ട് ഹീറ്റ് അങ്ങോട്ട് കൊടുത്താൽ ഡെൽറ്റ കേട്ടോ നല്ല ചൂടാകും. നന്നായിട്ട് ബ്ലാസ്റ്റോണസിനുള്ള ചൂടാണ് കിട്ടുമ്പോൾ ഇവർ രണ്ടായിട്ട് മാറും. ഒന്ന് കാൽസ്യം ഓക്സൈഡും രണ്ടാമത്തത് CO2 പഠിച്ചാണ് വെക്കുക. ഇനി ഒരിക്കലും മാറല്ലേ. CO3 ഞാൻ എന്ത് ചെയ്യുന്നു, കാൽസ്യം കാർബണേറ്റ് ഞാൻ ചൂടാക്കുമ്പോൾ സർ ഒരാളായിട്ട് കാൽസ്യം ഓക്സൈഡ് Ca എന്ന് പറഞ്ഞാൽ കാൽസ്യം ആണ്, O ചേർത്ത് കൊടുക്കുമ്പോൾ കാൽസ്യം ഓക്സൈഡ് ആയിട്ട് മാറുന്നു, പിന്നെ CO2 ആയിട്ട് മാറുന്നു. സോ സിമ്പിൾ ആണ്. അങ്ങനെയാണെങ്കിൽ സർ ഇവിടെ ഫ്ലെക്സ് എന്ന് പറഞ്ഞൊരു പേര് പഠിക്കണ്ടേ? പഠിക്കണം. ഇവിടെ ലൈംസ്റ്റോൺ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ചോദിച്ചാൽ ഫ്ലെക്സ് ആയിട്ട് വർക്ക് ചെയ്യാൻ, ഫ്ലെക്സ് ആയിട്ട് പ്രവർത്തിക്കാനാണ് നമ്മൾ ആരെ യൂസ് ചെയ്യുന്നത്, നമ്മളെ ലൈംസ്റ്റോൺ യൂസ് ചെയ്യുന്നത്. സോ ഈ ലൈംസ്റ്റോണിൽ നിന്നിട്ടാണ് നമുക്ക് ഫ്ലെക്സ് ആയിട്ടുള്ള കാൽസ്യം ഓക്സൈഡിനെ കിട്ടുക. സോ ഈ ലൈംസ്റ്റോൺ എന്ത് ചെയ്യുന്നു, രണ്ടായിട്ട് ഡീകമ്പോസ് ചെയ്യുമ്പോൾ നമുക്ക് CaO കിട്ടും. ഈ CaO ആണ് മക്കളെ ഫ്ലെക്സ്. സോ ഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഹെമറ്റൈറ്റിലെ അയിരിലെ ഇമ്പ്യൂരിറ്റീസ് മാലിന്യങ്ങൾ ഉണ്ടാവും. ഈ മാലിന്യങ്ങൾ ആരാ ചോദിച്ചാൽ SiO2 നമ്മൾ അടുത്ത സ്ലൈഡിൽ പഠിക്കും. SiO2 എന്ന് പറഞ്ഞാൽ സിലിക്കൺ ഡയോക്സൈഡ്, അത് സിലിക്ക എന്ന് പറയുന്നു. ഈ ഗ്യാങ്ങിനെ മാലിന്യങ്ങളെ ഒഴിവാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാ അല്ലെങ്കിൽ റിമൂവ് ഇമ്പ്യൂരിറ്റീസിനെ പറയുന്ന പേരാണ് ഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ. സോ ഫ്ലെക്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആളാണ് നമ്മളെ കാൽസ്യം ഓക്സൈഡ്. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ നോക്കിക്കോ, CaCO3 ഞാൻ എന്ത് ചെയ്യുന്നു, ഹീറ്റ് കൊടുക്കുമ്പോൾ ഒന്ന് കാൽസ്യം ഓക്സൈഡും രണ്ടാമത്തത് CO2 ആയിട്ട് മാറുന്നു. ഇനി എൻ്റെ മക്കൾ പഠിക്കേണ്ട കാര്യം ഇത് തന്നെയാണ്. ഗാങ് പ്ലസ് ഫ്ലെക്സ്. ഗാങ് എന്ന് പറഞ്ഞാൽ ഇമ്പ്യൂരിറ്റീസ് ആണ്. ഇമ്പ്യൂരിറ്റീസിനെ ഒഴിവാക്കാനുള്ള ഫ്ലെക്സ് രണ്ടുകൂടെ കൂടി ചേരുമ്പോൾ കിട്ടുന്ന ആളെ പറയുന്ന പേരാണ് സ്ലാഗ് എന്ന് പറഞ്ഞാൽ. സോ അങ്ങനെയാണെങ്കിൽ അവൻ്റെ ഇക്വേഷൻ സ്ലാഗ് രൂപീകരിക്കുന്ന ഇക്വേഷൻ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ CaO എന്ന് പറഞ്ഞാൽ ഫ്ലെക്സാ. ഇനി അടുത്തത് ഗാങ് എന്ന് പറഞ്ഞാൽ ഇമ്പ്യൂരിറ്റി ആരാ ചോദിച്ചാൽ SiO2 സിലിക്കയാ. രണ്ടുകൂടെ കൂടി ചേർന്ന് കഴിഞ്ഞാൽ CaSiO3 എന്ന് പറഞ്ഞ കാൽസ്യം സിലിക്കേറ്റ് ആയിട്ടുള്ള സ്ലാഗിനെ നമുക്ക് കിട്ടും. മാഷേ ഇത്രയുള്ള ഇരുമ്പിന്റെ പ്രിപ്പറേഷൻ, ഇരുമ്പിന്റെ പ്രൊഡക്ഷനിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്. സോ 5 ഇക്വേഷൻസ് ആണ് നമ്മൾ പഠിച്ചത്. ഒന്നാമത്തെ എന്ത് ചെയ്യുന്നോടാ, C+O2 gives CO2 ആണ്. രണ്ടാമത്തെ ഈ CO2 വീണ്ടും കാർബണുമായി കൂടി ചേരുമ്പോൾ 2CO ആയിട്ട് മാറുന്നു, അഥവാ കാർബൺ മോണോക്സൈഡ്. എന്തിനാ കാർബൺ മോണോക്സൈഡ് യൂസ് ചെയ്യുക, ഇരുമ്പിന്റെ നിർമ്മാണത്തിലെ റെഡ്യൂസിങ് ഏജന്റ് ആണ്, നിരോക്സീകാരിയാണ് കാർബൺ മോണോക്സൈഡ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ Fe2O3 എന്ന് പറഞ്ഞാൽ ഹെമറ്റൈറ്റിനെ റെഡ്യൂസിങ് ഏജന്റുമായിട്ട് റെഡ്യൂസ് ചെയ്തപ്പോൾ നമുക്ക് ആരെ കിട്ടി, Fe കിട്ടിയിട്ടുണ്ട്, ഇരുമ്പിനെ കിട്ടിയിട്ടുണ്ട്. ഇനി എന്തിനാ ലൈംസ്റ്റോൺ യൂസ് ചെയ്യുന്നത്, ഫ്ലെക്സ് ഉണ്ടാകാനാണ് നമ്മൾ ലൈംസ്റ്റോണിനെ യൂസ് ചെയ്യുന്നത്, അഥവാ ചുണ്ണാമ്പ് കല്ലിനെ ഉപയോഗിക്കുന്നത്. അവന്റെ ഇക്വേഷൻ ചോദിച്ചാൽ CaCO3 എന്ന് പറഞ്ഞാൽ വിഘടിച്ചിട്ട് എന്തായിരുന്നു, ഒന്ന് കാൽസ്യം ഓക്സൈഡും രണ്ടാമത്തെ CO2 ആയിട്ട് മാറുന്നുണ്ട്. ഇനി ഇതേപോലെ ഗാങ്ങും ഫ്ലെക്സും കൂടി ചേർന്നാൽ സ്ലാഗ് ഉണ്ടാവുന്ന ഇക്വേഷൻസ് നമ്മൾ എന്ത് ചെയ്തു, പഠിച്ചിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ബ്ലാസ്റ്റ് ഫർണസിന്റെ ഏറ്റവും അവസാനം വരുന്ന ആളാണ് നമ്മൾ. ഈ കാര്യം നമ്മൾ പറഞ്ഞു. ഗാങ് എന്ന് പറഞ്ഞാൽ സിലിക്കയാണ്, ഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ കാൽസ്യം ഓക്സൈഡ് ആണ്, സ്ലാഗ് എന്ന് പറഞ്ഞാൽ കാൽസ്യം സിലിക്കേറ്റ് ആണ്. ഈ കാര്യം നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. സോ ബ്ലാസ്റ്റ് ഫർണസിന്റെ ഏറ്റവും അവസാനം റിമൈനിങ് ആയിട്ട് വരുന്ന ആളെ പറഞ്ഞ പേരാണ് പിഗ് അയൺ എന്ന് പറയുന്നത്. എന്താ പറയാ, പിഗ് അയൺ എന്ന് പറയുന്നത്. ഇതിൽ 4% ആണ് കാർബൺ ഉണ്ടാകും കേട്ടോ. ഈ പിഗ് അയൺ എന്ന് പറഞ്ഞാൽ അതിൽ 4% ആരുണ്ടാവും, കാർബൺ ഉണ്ടാവും എന്നുള്ള കാര്യങ്ങൾ, ബാക്കി ഇമ്പ്യൂരിറ്റീസും ഉണ്ടാകും എന്നുള്ള കാര്യം ഓർമ്മയിൽ വെക്കുക. അതിന് ഞാൻ എന്ത് ചെയ്യുന്നോടാ, അതിന്റെ കാർബണിന്റെ അളവ് കുറച്ച് വരുമ്പോൾ അവന് നമുക്ക് എന്താക്കി മാറ്റാൻ പറ്റും, കാസ്റ്റ് അയൺ ആക്കി മാറ്റാൻ പറ്റും. കാസ്റ്റ് അയൺ എന്നില്ല, അതിൽ നിന്ന് വീണ്ടും കാർബണിന്റെ അളവ് വീണ്ടും കുറച്ചിട്ട് നമുക്ക് അവന് എന്താക്കാൻ പറ്റും, റോട്ട് അയൺ ആക്കി മാറ്റാൻ പറ്റും. ഈ റോട്ട് അയണാണ് പച്ചിരുമ്പ് എന്നൊക്കെ നമ്മൾ പറയുന്നത് കേട്ടോ. ഈ റോട്ട് അയണിനെ നമ്മൾ എന്ത് പറയുന്നത്, ശുദ്ധമായ പച്ചിരുമ്പാണ് നമ്മൾ എന്ത്, റോട്ട് അയൺ എന്ന് പറഞ്ഞാൽ. സോ പിഗ് അയൺ ഉണ്ട്, കാസ്റ്റ് അയൺ ഉണ്ട്, റോട്ട് അയൺ ഉണ്ട്, ഓർമ്മയിൽ വെച്ചോളാം. അപ്പോൾ ബ്ലാസ്റ്റ് ഫർണസിന്റെ അടിയിൽ നിന്ന് ഏറ്റവും ഫസ്റ്റ് കിട്ടുന്നത് പിഗ് അയൺ ആയിരിക്കും. ഇവനെ ഞാൻ കാർബണിന്റെ അളവ് കുറച്ച് കഴിഞ്ഞാൽ കാസ്റ്റ് അയൺ കിട്ടും. ഈ കാസ്റ്റ് അയണിനെ വീണ്ടും കാർബണിന്റെ അളവ് കുറച്ച് കഴിഞ്ഞാൽ റോട്ട് അയൺ കിട്ടും. സോ മക്കളെ ഇത്രയും കാര്യം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് പോയിക്കോ. അപ്പോൾ നാളത്തെ എക്സാം നമുക്ക് സെറ്റ് ആക്കാം.